പ്രതിസന്ധികൾക്കിടയിലും റഷ്യയിൽ നിന്നുള്ള ഭീമൻ ക്രൂഡ് ഓയിൽ ടാങ്കർ ക്യൂബയിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ക്യൂബ നേരിടുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധി കണക്കിലെടുത്താണ് മാനുഷിക പരിഗണന മുൻനിർത്തി ട്രംപ് ഭരണകൂടം ഈ അപ്രതീക്ഷിത ഇളവ് പ്രഖ്യാപിച്ചത്. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തോടുള്ള കർക്കശ നിലപാടുകളിൽ നിന്നും ട്രംപ് പിൻവാങ്ങുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഏകദേശം 7,30,000 ബാരൽ എണ്ണയുമായി എത്തിയ അനാറ്റോലി കൊളോട്സ്കിൻ എന്ന റഷ്യൻ ടാങ്കറാണ് ക്യൂബൻ തീരത്തെത്തിയത്. എയർഫോഴ്സ് വണ്ണിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവേ ട്രംപ് ഈ നീക്കം സ്ഥിരീകരിച്ചു. അവിടുത്തെ ജനങ്ങൾക്ക് അതിജീവിക്കേണ്ടതുണ്ട്. ആരെങ്കിലും ഒരു ബോട്ട് നിറയെ സാധനങ്ങൾ അവിടെ എത്തിക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല. അത് റഷ്യ ആയാലും മറ്റാരായാലും അവരെ അനുവദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. ഈ നീക്കം പുടിനെ സഹായിക്കാനാണെന്ന ആരോപണങ്ങളെ അദ്ദേഹം തള്ളിക്കളയുകയും ചെയ്തു. കഴിഞ്ഞ മാസങ്ങളിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ശക്തമായ ഉപരോധം മൂലം ക്യൂബയിലെ പവർ ഗ്രിഡുകൾ തകരുകയും നഗരങ്ങൾ ഇരുട്ടിലാവുകയും ചെയ്തിരുന്നു. ഇന്ധനക്ഷാമം മൂലം ആശുപത്രികളുടെ പ്രവർത്തനം തടസ്സപ്പെടുകയും ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വരികയും ചെയ്തു. വെനസ്വേലയിൽ നിന്നുള്ള ഇന്ധന വിതരണം ജനുവരിയോടെ നിലച്ചതും മെക്സിക്കോ പിന്മാറിയതും പ്രതിസന്ധി രൂക്ഷമാക്കി. ഇതേ തുടർന്ന് രാജ്യമൊട്ടാകെ വലിയ ജനകീയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ചൊവ്വാഴ്ചയോടെ കപ്പൽ മാറ്റൻസാസ് തുറമുഖത്ത് നങ്കൂരമിടുമെന്നാണ് കരുതുന്നത്. റഷ്യയുമായി നേരിട്ടുള്ള കടൽമാർഗ ഏറ്റുമുട്ടൽ ഒഴിവാക്കാനും റഷ്യൻ എണ്ണയുടെ ആഗോള നീക്കം സുഗമമാക്കാനും ഈ ഇളവ് സഹായിക്കുമെന്ന് നിരീക്ഷകർ കരുതുന്നു. ഉപരോധങ്ങളുടെ പേരിൽ ഒരു ജനതയെ പട്ടിണിക്കിടാനോ ഇരുട്ടിലാക്കാനോ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ ട്രംപ് നൽകുന്നത്. അതേസമയം യുദ്ധഭീഷണികൾക്കിടയിലും അയൽ രാജ്യമായ പാകിസ്ഥാനുമായി സഹകരിച്ച് ഇറാൻ കാണിക്കുന്ന നയതന്ത്രപരമായ വിവേകം ശ്രദ്ധേയമാകുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ ടാങ്കറുകളുടെ സുഗമമായ യാത്ര അനുവദിച്ചുകൊണ്ട് മേഖലയിൽ സംഘർഷം ലഘൂകരിക്കാൻ ഇറാൻ ശ്രമിക്കുമ്പോഴും അതിനെ സ്വന്തം വിജയമായി വ്യാഖ്യാനിക്കാനാണ് ട്രംപ് തുനിയുന്നത്. സമാധാന ചർച്ചകളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുമെന്ന ഭീഷണി ട്രംപ് തുടരുകയാണ്. 10,000-കണക്കിന് ലക്ഷ്യസ്ഥാനങ്ങൾ ബോംബിട്ട് തകർക്കുമെന്ന് വീമ്പ് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഒരു ജനതയുടെ അതിജീവന കരുത്തിനെ വിസ്മരിക്കുകയാണ്. ഏപ്രിൽ 6 വരെ സമയം നൽകിക്കൊണ്ട് ഇറാനെ സമ്മർദ്ദത്തിലാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. എന്നാൽ ഇതിൽ ഒന്നും ഇറാൻ സമ്മർദ്ദത്തിൽ ആവുന്നില്ല എന്നതാണ് വാസ്തവം. ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനും ഭരണമാറ്റം എന്ന അജണ്ട നടപ്പിലാക്കാനും അമേരിക്ക നടത്തുന്ന ശ്രമങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണ്. ഇറാന്റെ നേതാക്കളെക്കുറിച്ചും ഭരണകൂടത്തെക്കുറിച്ചും അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അന്തരിച്ച നേതാക്കളുടെ പിൻഗാമികളെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമാണ്. അധിനിവേശത്തിന്റെ കറുത്ത ചരിത്രമുള്ള അമേരിക്ക ഇറാന്റെ എണ്ണക്കണ്ണുകളിൽ കണ്ണുവെക്കുന്നത് ലോക സമാധാനത്തിന് ഭീഷണിയാണ്. സ്വന്തം സാമ്പത്തിക താൽപര്യങ്ങൾക്കായി ഒരു രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാവില്ല. അമേരിക്കൻ സൈനികരുടെ വിന്യാസം മേഖലയിൽ അസ്ഥിരത വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യൂ എന്ന് അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുന്നു. ഇറാന്റെ കരുത്തുറ്റ പ്രതിരോധവും നയതന്ത്ര നീക്കങ്ങളും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. എണ്ണ കവരാൻ വരുന്നവരെ സ്വന്തം മണ്ണിൽ നിന്നും തുരത്താൻ ഇറാന് കഴിയുമെന്ന് തന്നെയാണ് ആ രാജ്യം നൽകുന്ന സൂചന. ഈ സംഘർഷം ആഗോള ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോൾ അമേരിക്കയുടെ യുദ്ധക്കൊതിക്ക് വലിയ വില നൽകേണ്ടി വരുന്നത് ലോക ജനതയായിരിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.